വെറും ഒരു 350 രൂപയ്ക്ക് ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്തെടുത്താലോ? ഇന്നത്തെ വീഡിയോ അതാണ്. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു പഴയ ആംപ്ലിഫയർ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ആംപ്ലിഫയറിൻ്റെ ആഡിയോ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് പോയിരുന്നു. ട്രാൻസ്ഫോമർ കൊള്ളാം. അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ അകത്തുള്ള പഴയ ആഡിയോ ബോർഡുകളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം, ഞാൻ ഈ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ളതല്ല. ഇത് വെറും ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി ചെയ്തതാണ്. ഇതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് പ്രിയപ്പെട്ടവർ ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഞാൻ അപ്പോൾ വീഡിയോയിലോട്ടേക്ക് നമുക്ക് പോകാം. സാംകോൺ എന്ന കമ്പനിയുടെ ഒരു ആഡിയോ ആംപ്ലിഫയർ ബോർഡാണ് ഞാൻ ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ്. ഒരു ചാനലിന് 40 വാട്ട്സ് RMS ഔട്ട്പുട്ട് വരെ കിട്ടും. നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു ബോർഡ് തന്നെയാണ്. പിന്നെ ഒരു MP3 മൊഡ്യൂളും ഇതിൻ്റെ കൂടെ. ഇത് പഴയതാണ്, വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു ബോർഡിന് എനിക്ക് ആയിട്ടുള്ളത് 250 രൂപയാണ് ആയിട്ടുള്ളത്. നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡിനെ പരിചയപ്പെടാം. ഈ മഞ്ഞ വയറുകളാണ് സ്പീക്കറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള വയറുകൾ. അത് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. രണ്ടാമത്തത് കാണുന്ന ഈ ഒരു ഷീൽഡ് വയർ കാണുന്നതാണ് വോളിയം കൺട്രോളിൻ്റെ വയറുകൾ. അത് രണ്ടും വോളിയം കൺട്രോളിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് അടുത്തതായി കാണുന്ന ഈ റിബൺ വയറുകളിൽ ഓറഞ്ച്, മഞ്ഞ, ഒരു ചുവപ്പ്, ഇത് ട്രെബിളിൻ്റെയാണ്. മറ്റേ നീല, പച്ച, മഞ്ഞ ഇവ ബാസിൻ്റെ കൺട്രോളിലും കൊടുക്കുക. 3 പിന്നുള്ള വരുന്നത് അത് ആണ് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടായിട്ട് വെച്ചാൽ MP3 മൊഡ്യൂളിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ കൊടുക്കേണ്ടത്. അത് ലെഫ്റ്റ്, റൈറ്റ്, പിന്നെ ഒരു ഗ്രൗണ്ട്. അത് മൊഡ്യൂളിൻ്റെ പിറകിലും എഴുതിയിട്ടുണ്ട്. നമ്മളത് നോക്കി കൊടുത്താൽ മതി. ഈ കാണുന്ന റെഡും ബ്ലാക്കും വയറാണ് 12 വോൾട്ട് ഇൻപുട്ട് ബോർഡിന് കൊടുക്കേണ്ടത്. പിന്നെ കുറേ വോളിയം കൺട്രോൾസും 47K എന്ന് എഴുതിയിരിക്കുന്ന വോളിയം കൺട്രോളാണ് നമ്മൾ വോളിയത്തിനായിട്ട് കൊടുക്കുന്നത്. B100K വരുന്ന കൺട്രോൾസുകളാണ് ബാസിനും ട്രിബിളിനും കൊടുക്കുന്നത്. ഈ ഒരു ആംപ്ലിഫയറിന് ഞാൻ ബാലൻസ് കൺട്രോൾ കൊടുത്തിട്ടില്ല. അത് വെറുതെ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ ആംപ്ലിഫയർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷനും ഇതിൻ്റെ ടെസ്റ്റിങ്ങും നമുക്ക് കാണാം. ഞാനൊരിക്കലും പ്രൊഫഷണൽ അല്ല. അതുപോലെ ഇതൊരു പരീക്ഷണം മാത്രമാണ്. ഇതുപോലെ നമുക്ക് ഈ സ്ക്രാപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കണക്കത്തെ പഴയ ആംപ്ലിഫയറിൻ്റെയൊക്കെ കേസുകൾ കിട്ടും. അത് കണക്ക് ഒരു ആഡിയോ ബോർഡ് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരിതാണ്. പിന്നെ ഈ കാണുന്ന ഒരു ബോർഡ് അത് ഞാൻ വെറുതെ വെച്ചിരിക്കുന്നതാണ്. അത് പഴയ MP3 മൊഡ്യൂളിന് കൊടുത്തതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും അമർത്തുക. ഈ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്കും കിടപ്പുണ്ട്. അത് ഒന്ന് ഫോളോയും കൂടി ചെയ്യുക. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ്.